ഞാൻ ചെറുപ്പം മുതലേ ഇവിടെ ജീവിക്കുന്നത് സ്റ്റാലിന്റെ റഷ്യയിലായിരുന്നില്ല. ജവഹർലാൽ നെഹ്റു നേതൃത്വം കൊടുത്ത കോൺഗ്രസ് ഭരണത്തിന് കീഴിലായിരുന്നു രാജ്യമാകെ. അവിടെയുള്ള പോലീസ് അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെയും പോലീസ് പ്രവർത്തിച്ചിരുന്നത്. സർ, പോലീസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് ബ്രിട്ടീഷ് കോളനി വാഴ്ചക്കാലത്തെ പോലീസിനെ കുറിച്ചാണ്. അതിൻ്റെ ഒരു തുടർച്ചയാണ് പിന്നീട് ഇവിടെ ഉണ്ടായത്. യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ ഒരുക്കിയ പോലീസ് സംവിധാനം ജനങ്ങൾക്കെതിരെയുള്ള ഒരു സംവിധാനമായിരുന്നു. ജനങ്ങളെ എല്ലാ രീതിയിലും മർദ്ദിച്ചൊതുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം. അതിൻ്റെ ഭാഗമായാണ് രാജ്യത്ത് ഉയർന്നു വന്നിട്ടുള്ള ജനാധിപത്യ പ്രക്ഷോഭങ്ങളെയും അതേ രീതിയിൽ തന്നെ അടിച്ചമർത്താനാണ് ശ്രമിച്ചത്. സർ, ഇത് സാമ്രാജ്യത്വ കാലത്താണ് നടന്നതെങ്കിൽ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയതിനു ശേഷവും അതേ നില തന്നെയാണ് ഇവിടെ തുറന്നു പോകുന്ന നിലയുണ്ടായി. സ്വാതന്ത്ര്യ സമരകാലത്ത് ഏതെല്ലാം തരത്തിലുള്ള ക്രൂരതകൾ അരങ്ങേറി എന്നുള്ളതിൻ്റെ വിശദമായ ഭാഗങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. അന്ന് ആ ക്രൂരതകൾക്ക് ഇരയാവുകയും അതിനെതിരെ നല്ല രീതിയിൽ പ്രതികരിക്കുകയും ചെയ്ത നേതാക്കളുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഭരണം നടക്കുന്ന കാലം വന്നപ്പോൾ ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായി കോൺഗ്രസ് രാജ്യത്ത് നിലനിന്ന ഘട്ടത്തിൽ അതേ പോലീസ് നയമാണ് പിന്തുടർന്നു വന്നത്. ഒരു മാറ്റവും ഉണ്ടായില്ല എന്നത് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം നേരത്തെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നടന്ന വേഗൻ ട്രാജഡി എല്ലാവരെയും വേദനിപ്പിച്ചൊരു കാര്യമാണ്. കയ്യൂരിലും കരിവള്ളൂരിലും മറ്റും നടന്ന കർഷക സമരങ്ങൾക്ക് നേരെ നടന്നിട്ടുള്ള അതിക്രൂരമായ അടിച്ചമർത്തലുകൾ ഇവിടെ ദിവാൻ ഭരണകാലത്ത് 5 രൂപ പോലീസിന്റെ സിംസൺ പടയുടെ ക്രൂരതകൾ, കടക്കൽ, കല്ലറ, പാങ്ങോട് സമരങ്ങളിൽ ജനങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങൾ, ഇതെല്ലാം നേരത്തെ നടന്നതായിരുന്നുവെങ്കിൽ 1947 ശേഷം ഏറ്റവും കൂടുതൽ മർദ്ദനത്തിന് ഇരയാകേണ്ടി വന്നത് ഞങ്ങളുടെ സഖാക്കളായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. അത് സ്റ്റാലിനെ അനുകരിച്ചത് കൊണ്ടാണോ എന്നറിയില്ല. കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് കാര്യങ്ങൾ രാജ്യത്ത് നടന്നിരുന്നത്. അന്നിവിടെ ഏതെല്ലാം തരത്തിലുള്ള ക്രൂരതകളാണ് അരങ്ങേറിയത് എന്നത് എല്ലാവർക്കും അറിയാലോ. കമ്മ്യൂണിസ്റ്റുകാരെ എത്ര ക്രൂരമായാണ് വേട്ടയാടിയിരുന്നത് എന്നത് ചരിത്ര വസ്തുതകളല്ലേ. അതൊക്കെ
ചെയ്യാനുള്ള കരുത്ത് എങ്ങനെയാണ് കിട്ടിയത്? ചെയ്യുന്നവർക്ക് എല്ലാ സംരക്ഷണവും. സർ, ഒരു ഘട്ടത്തില് കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടുന്നതിനായിട്ട് ഒരു കുറുവടിപ്പടക്ക് നേതൃത്വം കൊടുത്തു. ആ കുറുവടിപ്പടയും പോലീസും കൂടിയായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരെ തിരക്കി പോയിരുന്നത്. പോലീസ് കൂടെയുണ്ടാവും. കുറുവടിപ്പടയിൽപ്പെട്ടവര് വീട്ടിനകത്ത് കയറി കിട്ടാവുന്നതെല്ലാം കൊള്ളയടിക്കും. എത്രയോ ഉദാഹരണങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് പറയാനുണ്ട്. ഏതെല്ലാം തരത്തിലുള്ള ക്രൂരതകൾ? ആ ക്രൂരതകൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞോ? ഇവിടെ അക്കാലത്ത് വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്ന റോഡുകൾ കുറവാണല്ലോ. ഉൾപ്രദേശങ്ങളിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകാരെ പിടിച്ചാൽ അവരുടെ വാഹനം പാർക്ക് ചെയ്ത സ്ഥലം വരെ തല്ലിക്കൊണ്ടായിരുന്നു കൊണ്ടുപോയിരുന്നത്. കാരണം ആളുകളെ ഭയപ്പെടുത്താൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആളുകൾ വരാതിരിക്കാൻ ആ തരത്തിലുള്ള മർദ്ദന രീതികളായിരുന്നു അഴിച്ചുവിട്ടിരുന്നത്. ഇതിന്റെ ഭാഗമായി നടന്ന ഏതെങ്കിലും സംഭവത്തിൽ കുറ്റവാളികൾക്കെതിരെ, അതിക്രമം കാണിച്ചവർക്കെതിരെ എന്തെങ്കിലും നടപടിയെടുക്കൽ ഉണ്ടായോ? എവിടം വരെ എത്തിയത്? ലോക്കപ്പിനകത്ത് മർദ്ദനം മാത്രമല്ല, ലോക്കപ്പിനകത്ത് ഇടിച്ചിടിച്ച് കൊല്ലുന്ന, അതിക്രൂരമായി കൊല്ലുന്ന അവസ്ഥയുണ്ടായില്ലേ? നേരത്തെ ചില സംഭവങ്ങൾ ഇവിടെ ബഹുമാനരായ ചില MLA എടുത്തു കാണിച്ചല്ലോ. മണ്ടോടി കണ്ണനെ പോലുള്ളവരെ എത്ര ക്രൂരമായാണ് ലോക്കപ്പിലിട്ട് തല്ലിക്കൊന്നിരുന്നത്. ഏതെങ്കിലും നടപടി ഉണ്ടായോ? സർ, ലോക്കപ്പിലിട്ട് തല്ലിക്കൊല്ലൽ മാത്രമാണോ? ലോക്കപ്പിലുണ്ടായിരുന്നയാളെ അവിടുന്ന് ഇറക്കിക്കൊണ്ടുപോയി പാടിക്കുന്നില് നിർത്തിയല്ലേ വെടിവെച്ച് കൊന്നത്? 1950 ഇത്. നമ്മുടെ രാജ്യം റിപ്പബ്ലിക്കായതിനു ശേഷമല്ലേ കമ്മ്യൂണിസ്റ്റുകാരെ എന്തും എന്നുള്ള അവസ്ഥയായിരുന്നില്ലേ? അതല്ലേ ഉണ്ടായത്? ഏതെങ്കിലും നടപടി ഉണ്ടായോ? അതിനെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടായോ? സർ, അങ്ങടക്കം ഇവിടെ ഇരിക്കുന്ന, ഈ ഭാഗത്തിരിക്കുന്ന എത്രയെത്ര ആളുകൾ പോലീസിന്റെ ക്രൂരതയ്ക്ക് ഇരയായവരാണ്. എന്നെ ഉദ്ധരിച്ചു എന്നുള്ള നല്ല കാര്യം തന്നെ, അത് വേറൊരു ഭാഗം, അതവിടെ ഇരിക്കട്ടെ. പക്ഷെ ഇവിടെ എന്തെല്ലാം തരം കാഴ്ചകളായിരുന്നു കണ്ടിരുന്നത്? നമ്മുടെ പ്രക്ഷോഭങ്ങളുടെ നേരെ, സമരങ്ങളുടെ നേരെ സ്വീകരിച്ചിരുന്ന സമീപനം ഓരോ ഘട്ടത്തിലും എത്ര ക്രൂരമായിരുന്നു. സർ, ഈ കേരളത്തിന്റെ ഒരു പൊതു ചിത്രം എന്തായിരുന്നു? തെരുവുകളിൽ തല്ലുകൊണ്ട് രക്തം വാർന്നൊലിക്കുന്ന എത്രയെത്ര വിദ്യാർത്ഥികളെയും യുവാക്കളെയുമാണ് ഒരു കാലത്ത് നാം കണ്ടിരുന്നത്. എത്ര ഭീകരമായ മർദ്ദനമായിരുന്നു. സർ, മർദ്ദിച്ചവർക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടായോ? ഇവിടെ ഓർക്കേണ്ട ഒരു കാലം, കേരളത്തിലൊരു കാലം ഉണ്ടായിരുന്നു, പ്രകടനങ്ങൾ പോലും നടത്താൻ പറ്റില്ലായിരുന്നു. പ്രകടനങ്ങൾ നടത്തുമ്പോൾ
ആ പ്രകടനത്തിന് നേരെ ഒരു കാരണവുമില്ലാതെ പോലീസ് ചാടി വീഴും, തല്ലിപ്പിരിക്കും. അതെവിടുന്ന് കിട്ടിയതാ? ബ്രിട്ടീഷുകാരന്റെ കാലത്ത് കിട്ടിയത്. അതിന് തുടർച്ചയാണ് ഉണ്ടായത്. ജന്മിമാർക്കെതിരെ മുദ്രാവാക്യം വിളിക്കാൻ പറ്റില്ല. ഒരു ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് അവരുടെ അവകാശങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രക്ഷോഭം നടത്താൻ പറ്റില്ല. അക്രമമൊന്നും ഉണ്ടാകണ്ട. പ്രകടനം നടത്തിയാൽ തന്നെ തല്ലിപ്പിരിക്കുമായിരുന്നു. ആ ഉദ്യോഗസ്ഥന്മാർക്ക്, ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞത് അവർക്കെല്ലാം സംരക്ഷണം കിട്ടിയത് കൊണ്ടായിരുന്നു. സർ, കേരളത്തിൽ എപ്പോഴാണ് ഇതിന് മാറ്റം വന്നത്? അതാണ് നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. രാജ്യത്ത് തന്നെ നടപ്പായ ഈ നയം ആദ്യം മാറ്റം കുറിക്കുന്നത് കേരളത്തിലാണ്. അതിനിടയാക്കിയത് 1957 കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം, 56 കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം 57 തെരഞ്ഞെടുപ്പ് നടന്നപ്പോ അന്ന് കമ്മ്യൂണിസ്റ്റുകാരെ ജനങ്ങൾ അധികാരത്തിലെത്തിച്ചു. ആ ഗവൺമെന്റാണ് അതേവരെ രാജ്യത്താകെ നടപ്പാക്കി വന്ന പോലീസ് നയത്തിൽ സാരമായ മാറ്റം വരുത്തുന്നത്. എന്തായിരുന്നു ആ മാറ്റം? ഒന്ന് ലോക്കപ്പുകളെ കുറിച്ച് തന്നെയായിരുന്നു. മറ്റൊന്ന് തൊഴിൽ സമരങ്ങളിലുള്ള പോലീസ് ഇടപെടലിനെ കുറിച്ചായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ എങ്ങനെ ആളുകളോട് പെരുമാറണമെന്നതിനെ കുറിച്ച് അടക്കമായിരുന്നു. ഇതെല്ലാം സമൂഹം പൊതുവിൽ സ്വീകരിച്ച മാറ്റങ്ങളായിരുന്നു. പക്ഷെ നമുക്കറിയാലോ, ആ ഗവൺമെന്റ് 2 വർഷമല്ലേ നിന്ന്. അത് കഴിഞ്ഞ് അതിന്റെ ചരിത്രത്തിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പഴയതിലേക്കല്ലേ തിരിച്ചുപോയത്. ലോക്കപ്പ് ഇടിമുറികളാക്കി മാറ്റിയില്ലേ? നമ്മുടെ നാട്ടിലെ സമീപനത്തിന്റെ കാര്യത്തിലാണ് വ്യത്യാസങ്ങൾ കാണേണ്ടത്. കോൺഗ്രസിന്റെ സമീപനമല്ല ഇവിടെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. പോലീസ് എന്നത് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു സേനയാണ്. ആ വലിയ സേനയിൽ ഏതെങ്കിലും ചില ആളുകൾ തെറ്റായ കാര്യങ്ങൾ ചെയ്താൽ ആ തെറ്റായ കാര്യങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത സാധാരണഗതിയിൽ ഞങ്ങൾക്കില്ല. പക്ഷേ നിങ്ങളതല്ല സ്വീകരിച്ചത്. കോൺഗ്രസ് ഒരു ഘട്ടത്തിലും അതല്ല സ്വീകരിച്ചത്. ഇവിടെ ഏറ്റവും ഒടുവിൽ VS നടത്തിയ പ്രസംഗം ഒരു ബഹുമാന്യായ അംഗം ഉദ്ധരിക്കുന്നതായിട്ട് കേട്ടു. ആരെ ചൂണ്ടിയാണ് ആ പ്രസംഗിച്ചത്? നിങ്ങളെ, കോൺഗ്രസിനെ, UDF-നെ, UDF-ന്റെ മുഖ്യമന്ത്രിയെ. ആ കാലമടക്കം ഏറ്റവും ഒടുവിലുള്ള 2011-16 അടക്കമുള്ള ആ കാലമടക്കം നിങ്ങൾ സ്വീകരിച്ച നയത്തിന്റെ ഭാഗമാണ് VS-ന് ചൂണ്ടി പറയേണ്ടി വന്നത്. അതല്ലേ വസ്തുത? എന്താണ് അതിലുള്ള വ്യത്യാസം? നിങ്ങൾ നിങ്ങളുടേതായ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി പോലീസിനെയും പോലീസ് ഉദ്യോഗസ്ഥരെയും ഉപയോഗിക്കുകയായിരുന്നു. ഇവിടെ അതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ എടുത്തു പറഞ്ഞു. ഏതെല്ലാം തരത്തിലുള്ള ഇടപെടലുകളാണ് നടത്തിയത് എന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ചേരിപിടുത്തത്തിന്റെയും മത്സരത്തിന്റെയും കഥകൾ പറഞ്ഞു.
അപ്പൊ നിങ്ങൾക്ക് അവരെ സംരക്ഷിക്കേണ്ടതുണ്ടായിരുന്നു. അവരെ പലതരത്തിലും ഉപയോഗിക്കുകയായിരുന്നു. അതിന്റെ ഭാഗമായി സാധാരണ അന്തരീക്ഷത്തിൽ നിന്ന് മാറിപ്പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഇവിടെ നമ്മുടെ നാട്ടില് ഈ കാര്യങ്ങളിൽ ഫലപ്രദമായ മാറ്റം വരുത്താനാണ് അധികാരത്തിലിരുന്ന ഘട്ടങ്ങളിലെല്ലാം LDF സർക്കാരുകൾ ശ്രമിച്ചിട്ടുള്ളത്. അതില് 2006 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോ സമഗ്രമായ ഒരു നിയമം തന്നെ വന്നു. ആ നിയമം രാജ്യത്ത് തന്നെ മാതൃകയായ ഒരു നിയമമായിരുന്നു. നമുക്ക് അതിനുശേഷമുള്ള കാലയളവ്, ആ കാലയളവിലും നിങ്ങൾ സ്വീകരിച്ച നില പഴയ നില തന്നെയാണ്. എന്നാൽ 2016 ശേഷം ഞങ്ങൾ സ്വീകരിക്കുന്ന പൊതുവായ നിലയുണ്ട്. ആ നില തെറ്റ് ചെയ്തവർക്കെതിരെ കർക്കശമായ നടപടി എന്നത് തന്നെയാണ്. അത് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ഇവിടെ ചില സംഭവങ്ങൾ നേരത്തെ എടുത്തു പറയുകയുണ്ടായി. ഞാനതിൻ്റെ ആവർത്തനത്തിലേക്ക് കടക്കുന്നില്ല. പക്ഷേ എന്തെല്ലാം തരത്തിലുള്ള തെറ്റായ നടപടികളായിരുന്നു നടന്നിരുന്നത് എന്ന് ഓർമ്മിച്ചു നോക്കിയാൽ മതി. സർ, ഈ നാട്ടിൽ പോലീസിനെ ഗൂണ്ടകൾക്ക് അകമ്പടി സേവിക്കുന്ന ഒരു വിഭാഗമാക്കി മാറ്റിയത് ആരായിരുന്നു? ഇതൊക്കെ സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണോ? പോലീസ് ഗൂണ്ടകൾ കയ്യിൽ പരസ്യമായൊരു ബാഗ് എടുത്തു പോവുകയാണ്. ആ ബാഗില് ബോംബുകളുണ്ട്, കൊടുവാളുകളുണ്ട്. അതിന്റെ പിന്നാലെ പോലീസ് അകമ്പടി പോവുകയാണ്. ലക്ഷ്യം വെക്കുന്നത് ചില വീടുകളായിരിക്കും, ചില പ്രവർത്തകരെയായിരിക്കും. അങ്ങനെ ലക്ഷ്യം വെച്ചത് ഞങ്ങളുടെ പ്രവർത്തകരെയായിരുന്നു. ഈ കേരളത്തിൽ അന്നത്തെ കോൺഗ്രസിന്റെ ആഭ്യന്തരമന്ത്രിയുടെ പൂർണ്ണ സംരക്ഷണത്തോടെയായിരുന്നു അത്തരം അതിക്രമങ്ങൾ നടന്നിരുന്നത്. ബോംബിന്റെ സംസ്കാരം ആദ്യം കൊണ്ടുവന്നതും ഈ വഴിയിലാണ്. സർ, നമ്മുടെ നാടിന്റെ ചരിത്രം എടുത്താല് നമ്മുടെ നാട് വളരെ സമാധാനപ്രിയരായ ഒരു നാട്ടുകാരായിരുന്നല്ലോ. എന്തെങ്കിലും ബഹളമോ മറ്റ് വാക്തർക്കങ്ങളോ ഒക്കെ ഉണ്ടായാലൊരു തള്ളലും മറ്റും ഉണ്ടാകുക. ഏറി വന്നാൽ ഉപയോഗിക്കുന്ന ഒരു ആയുധത്തെ പറ്റി അന്ന് കേൾക്കുന്നത് ചില ചെറിയ കത്തികളാണ്. അത് ബോംബിലേക്ക് മാറ്റിയതാരാണ്? പിന്നീട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങളിൽ നിന്ന് വേറൊരു കൈകളിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോ RSSന്റെ കാലം വന്നപ്പോൾ പിന്നീട് അതിനൊരു മാറ്റം വന്നിട്ടുണ്ട്. അതിന് വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആദ്യത്തെ മാറ്റം നിങ്ങളാണ് വരുത്തിയത്. അന്ന് അതിന്റെ കൂടെ അകമ്പടി സേവിക്കുകയായിരുന്നു പോലീസ് അത്തരം ഗുണ്ടകൾക്ക്. എന്തിനാണത്?
ഈ പറയുന്ന പ്രവർത്തകരെ ആക്രമിക്കാൻ പോകുമ്പോൾ, ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമിക്കാൻ പോകുമ്പോൾ ആ പ്രവർത്തകരിൽ തിരിച്ചൊന്നും ഉണ്ടാകാതിരിക്കണം. അതിന്റെ ഉറപ്പിനാണ് പോലീസ് അവരെ പിടിച്ചോളും. എന്തെല്ലാം നെറികേടുകൾ കണ്ടതാണ് നമ്മൾ. അതെല്ലാം കണ്ടൊരു നാടല്ലേ ഇത്. ഞങ്ങൾ അധികാരത്തിൽ വന്ന ഘട്ടത്തിലൊന്നും അത് ആവർത്തിക്കാനല്ല ശ്രമിച്ചത്. അത് നിങ്ങളുടെ സംസ്കാരം, ആ സംസ്കാരത്തിൽ നിന്ന് മാറി പുതിയൊരു സംസ്കാരം പടുത്തുയർത്താനാണ് ശ്രമിച്ചത്. അതിന്റെ ഭാഗമായി നല്ല മാറ്റം കേരളത്തിലെ പോലീസിനുണ്ടായി എന്ന് തന്നെയാണ് കാണാൻ നമുക്ക് സാധിക്കുക. സർ, ഇപ്പോ അടുത്ത ദിവസം വന്ന ഒരു കോടതി വിധി നമ്മളെല്ലാവരെയും വല്ലാതെ വേദനിപ്പിച്ചല്ലോ. അതേതായിരുന്നു അത്? ഉദയകുമാറിനെ ഉരുട്ടിക്കൊന്ന സംഭവം. ആ പ്രതികളെയെല്ലാം മോചിപ്പിക്കുന്ന നില വന്നു. വലിയ തോതിൽ സമൂഹ മനസാക്ഷിയെ വേദനിപ്പിച്ചൊരു സംഭവമാണ്. സർ, അമ്മയ്ക്കുള്ള ഓണക്കോടിയും വാങ്ങി പാർക്കിലിരിക്കുന്ന ഉദയകുമാറിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ആ ഉദയകുമാറാണ് പോലീസ് കസ്റ്റഡിയിൽ മരിക്കുന്നത്. ഇവിടെ അന്ന് അവിടുത്തെ പോലീസ് ഒരു വ്യാജ FIR തയ്യാറാക്കി. മോഷണക്കുറ്റം ഇയാളിൽ ചുമത്താൻ ശ്രമിച്ചു. യഥാർത്ഥത്തില് ഉദയകുമാറിന്റെ തുടകളില്, ഉള്ളംകാലില് അടിയേറ്റ പാടുകളുണ്ടായിരുന്നു. അത് ത്വക്ക് രോഗമാണ് എന്ന് സ്ഥാപിക്കാനാണ് പോലീസ് ശ്രമിച്ചത്. ഉരുട്ടിയ അതിന്റെ ക്രൂരതയെപ്പറ്റി കൂടുതൽ പറയേണ്ടതില്ലല്ലോ. ഉരുട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. സർ, നമ്മുടെ സംസ്ഥാനത്ത് അതുപോലുള്ള എത്രയെത്ര ക്രൂരമായ സംഭവങ്ങൾ, ആ സംഭവങ്ങൾ നടന്നപ്പോ അത്തരം സംഭവങ്ങൾക്ക് ഉത്തരവാദികളായ ആളുകളെ, ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതിനുള്ള നടപടിയാണ് നിർഭാഗ്യവശാൽ കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായത്. അവിടെയാണ് വ്യത്യാസം. സമീപനത്തിലാണ് വ്യത്യാസം. ആ സംരക്ഷിക്കുന്ന സമീപനം അത് ഞങ്ങളുടെ ഭാഗത്തില്ല. ഇത്തരത്തിലുള്ള എന്തെങ്കിലും അതിക്രമങ്ങൾ എവിടെയെങ്കിലും ഉണ്ടായാൽ ആ അതിക്രമങ്ങൾക്കെതിരെ കർക്കശമായ നടപടി എന്നതാണ് ഞങ്ങളുടെ നിലപാട്. ആ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. 2006 ഞങ്ങള് പോലീസിനൊരു പുതിയ മുഖം നൽകാനാണ് ശ്രമിച്ചത്. ജനമൈത്രി പോലീസ് എന്ന നിലയിലേക്ക് മാറ്റാനുള്ള ശ്രമം ഉണ്ടായി. നല്ല മാറ്റം ആ കാര്യത്തിൽ ഉണ്ടായി എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക. സർ, അതിന്റെ ഏറ്റവും വലിയ തെളിവ് കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്നത് 16-ലാണ്.
ആ 2016 ശേഷമുള്ള പോലീസിന്റെ ഇടപെടൽ, നിപ്പ ബാധിച്ച ഘട്ടം, നമ്മുടെ പ്രളയഘട്ടം, 2019 അതിരൂക്ഷമായ കാലവർഷക്കെടുതിയുടെ ഘട്ടം, സർ അതിന്റെ തുടർച്ചയായി വന്ന കോവിഡ് മഹാമാരിയുടെ ഘട്ടം, വളരെ വ്യത്യസ്തമായ ഒരു മുഖമാണ് കേരള പോലീസിന് ആർക്കും ദർശിക്കാനായത്. അത് ജനോന്മുഖമായിരുന്നു. ജനങ്ങൾക്ക് വേണ്ടി താല്പര്യപൂർവം ഇടപെടുന്ന പോലീസുകാരെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇതില് അത്തരമൊരു അവസ്ഥ വന്നപ്പോ അതിന്റെ ഭാഗമായി വലിയ മാറ്റം കേരളത്തിലെ പോലീസില് മൊത്തത്തിലുണ്ടായിട്ടുണ്ട്. മഹാഭൂരിപക്ഷം ഈ ഒരു പുതിയ സംസ്കാരത്തിലേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില തെറ്റായ കാര്യങ്ങൾ പോലീസ് യൂണിഫോം ഇട്ട് എന്നതുകൊണ്ട് മാത്രം എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞുപോയി എന്ന് വരില്ല. ചില വ്യക്തികൾ ഈ പുതിയ സമീപനം അതേപോലെ ഉൾക്കൊള്ളാത്തവരുണ്ടാവും. പഴയതിന്റെ ഹാങ് ഓവറിൽ നിൽക്കുന്നവരുണ്ടാവും. അത്തരം ആളുകള് തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുന്ന സമീപനം അത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല. അതാണ് നാം കാണേണ്ട കാര്യം. ഒരു തരത്തിലും അവരെ സംരക്ഷിക്കാൻ തയ്യാറാവില്ല. സർ, അങ്ങ് ആവർത്തിച്ച് 3-4 പ്രാവശ്യം പറഞ്ഞു തെറ്റ് ചെയ്തവർ അവരെ രക്ഷിക്കാൻ ശ്രമിക്കില്ല. സാർ, ഇത്രയും വർഷക്കാലം ഈ വിവരം മുഴുവൻ അറിഞ്ഞിട്ട് നിങ്ങൾ ഇവരെ സംരക്ഷിക്കുകയായിരുന്നു. ഞങ്ങളുടെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യമാണ് സാർ, ഈ വിഷയം ഞങ്ങൾ കൊണ്ടുവന്നിട്ട് സാർ ഇത്രയും ക്രൂരമായി കസ്റ്റോഡിയൽ ടോർച്ചർ നടത്തിയ, ഞെട്ടിക്കുന്ന രീതിയിൽ നടത്തിയ ഈ ഉദ്യോഗസ്ഥന്മാരെ അങ്ങ് സർവീസിൽ നിന്ന് പിരിച്ചുവിടുമോ? അതാണ് ഞങ്ങളുടെ ചോദ്യം, സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യം. അങ്ങ് എന്താണ് ഉത്തരം പറയുന്നത്? ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നേരത്തെ തന്നെ ആ ചോദ്യം ചോദിച്ചു. ഞാനത് കേട്ടിരിക്കുകയല്ലേ, ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനുണ്ടായ സംശയം ഞങ്ങള് ഈ കുറ്റം ചെയ്താല് ആ കുറ്റം ചെയ്തവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. സർ, അവിടെയാണ് വ്യത്യാസം. നമ്മുടെ പോലീസില് ആരെങ്കിലും കുറ്റം ചെയ്തതായി കണ്ടാൽ ഞങ്ങൾ അവരെ സംരക്ഷിക്കുന്നില്ല. അതാണ് ഞങ്ങളുടെ സമീപനം. ഇപ്പൊ കണക്കുകൾ നോക്കാം. 2016 മെയ് മുതൽ 2024 ജൂൺ വരെ 108 പോലീസുകാരെയാണ് പിരിച്ചുവിട്ടത്. എത്ര? 108. സർ നോക്കണം, ഞാൻ 1956 മുതൽ എന്നല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് 2016 മുതൽ 2024 വരെ എന്നാണ്. അപ്പോ 2024 ജൂൺ വരെ 108 പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്ന നടപടി ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. സർ, അങ്ങനെ ഏതെങ്കിലും ഒരു നടപടി ഇവിടെ ഇപ്പോഴും ദീർഘകാലം കോൺഗ്രസ് ഭരണത്തിലുണ്ടായ അവസ്ഥ തന്നെയാണല്ലോ കേരളത്തിൽ കാണാൻ പറ്റുക. കേരളത്തിലെ ആകെ അവസ്ഥയെടുത്താൽ ദീർഘകാലം കോൺഗ്രസ് തന്നെയല്ലേ അധികാരത്തിലുണ്ടായിട്ടുണ്ടാകുക. അപ്പോ ഏതെങ്കിലും ഒരാളെ പിരിച്ചുവിട്ടു എന്ന് പറയാൻ സാധിക്കുമോ? ഏതെല്ലാം
കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ 2024 ഒക്ടോബർ വരെയാണ് ഞാൻ പറഞ്ഞത്, അവിടെ തീർന്നില്ല. 2024 ഒക്ടോബർ മുതൽ 2025 സെപ്റ്റംബർ വരെ 36 പോലീസുകാരെ പിരിച്ചുവിട്ടു. അപ്പൊ കഴിഞ്ഞ ബഹുമാനപ്പെട്ട പഴയ ആഭ്യന്തരമന്ത്രിയോട് ചോദിക്കുന്നുണ്ട്, ശരിയാണോ? കഴിഞ്ഞ 9 വർഷമായി ആകെ 144 പോലീസുകാരെയാണ് വിവിധ നടപടികളുടെ ഭാഗമായി സേനയിൽ നിന്ന് പിരിച്ചുവിട്ടു. സർ, നിങ്ങളെ കാര്യം വിട്ടുകളാ, രാജ്യത്ത് മറ്റെവിടെയെങ്കിലും ഇത്രയും കർക്കശമായ നടപടികൾ സ്വീകരിച്ച ഒരു സംസ്ഥാന ഗവൺമെന്റിനെ കാണാൻ കഴിയോ? സർ, 2016 മുതൽ സമഗ്രമായ ഇടപെടലാണ് പോലീസ് സേനയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയുള്ള ഗുണം എന്താ? ഇന്ന് രാജ്യത്തെ ഏറ്റവും മികച്ച കുറ്റാന്വേഷണ സംവിധാനമായി കേരള പോലീസ് മാറിയിട്ടുണ്ട്. ഇത് ഞങ്ങൾ മാത്രം പറയുന്നൊരു കാര്യമല്ലല്ലോ. നമ്മുടെ രാജ്യത്തെ ആകെ വിലയിരുത്തി കേന്ദ്ര സർക്കാർ, വിവിധ ഔദ്യോഗിക ഏജൻസികൾ, ഇതിൻ്റെ എല്ലാം ഭാഗമായി എത്രയെത്ര അംഗീകാരങ്ങളാണ് കേരള പോലീസിന് നൽകിയിട്ടുള്ളത്. സർ, ഇതെല്ലാം പോലീസിന്റെ മികവ് എന്ന് പറയുമ്പോൾ ഈ പുതിയ രീതികളുടെ മികവാണ്. ഏതെങ്കിലും ഒരു സംഭവം എടുത്ത് കാണിച്ച് അതിന്റെ മേലെ കേരള പോലീസ് ആകെ മോശപ്പെട്ടതായി എന്ന് ചിത്രീകരിക്കാൻ പറ്റില്ല. ഇപ്പോ നമ്മുടെ കേരളം പോലീസും രാജ്യത്ത് അഴിമതി ഏറ്റവും കുറഞ്ഞ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അഴിമതി ഏറ്റവും കുറഞ്ഞു എന്നതിൽ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ വകയുണ്ട്. അതിന്റെ അർത്ഥം അഴിമതി തീരെ ഇല്ലാതായി എന്നാണോ? ഏതെങ്കിലും ഒരാള് എന്തെങ്കിലും അഴിമതി കാണിച്ചാൽ അത് കേരള പോലീസിന്റെ ആകെ മികവിന് ഇടിവായിട്ട് വരുമോ? അയാളെ മേലെ കർക്കശമായ നടപടി എടുക്കണം. ആ കർക്കശ നടപടിയിലേക്ക് നമ്മൾ നീങ്ങും. ഇത് തന്നെയാണ് ഓരോ കാര്യത്തിലും സംഭവിക്കുന്നത്. നിങ്ങൾ കാണേണ്ടത് തല്ലിച്ചതക്കാനും വെടിവെച്ച് കൊല്ലാനുമുള്ള ഒരു സേനയാണ് പോലീസ് എന്ന ഒരു മനോഭാവത്തിലാണ് നിങ്ങൾ പോലീസിനെ കൈകാര്യം ചെയ്തത്. അതേയല്ല ഞങ്ങളുടെ രീതി. അതുകൊണ്ടാണ് കോവിഡ് കാലത്തൊക്കെ രോഗവ്യാപനം വന്നേക്കാമെന്ന് പല മുന്നറിയിപ്പുകൾ ഉണ്ടായിട്ടും സ്വയം സമർപ്പിച്ച് വിശ്രമരഹിതമായി ആ കാലത്ത് ഇടപെടുന്ന പോലീസ് സേനയെ കാണാൻ നമുക്ക് കഴിഞ്ഞു. ചൂരൽമലയിൽ നമ്മൾ കണ്ടില്ലേ എത്ര നല്ല ഇടപെടലാണ് മറ്റ് സേനകളോടൊപ്പം തന്നെ പോലീസ് സേനയുടെ ഭാഗത്തും ഉണ്ടായത്. അപ്പോ ജനങ്ങളുടെ ശത്രുക്കളായി പോലീസിനെ മാറ്റുന്ന പഴയ സംസ്കാരത്തിൽ നിന്ന് തീർത്തും വിഭിന്നമായ ഒരു സംസ്കാരം, ഒരു ജനോന്മുഖ ഭാവം നമ്മുടെ പോലീസിന് വന്നിരിക്കുന്നു എന്നത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി അതിനെ മറ്റു രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് നല്ലതല്ല. അതാണ് എനിക്ക് ഈ കാര്യത്തിൽ ഓർമ്മിപ്പിക്കാനുള്ള കാര്യം. നമ്മുടെ കുന്നംകുളം, എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത
വിവിധ കേസുകളിൽ പ്രതിയായിട്ടുള്ള സുജിത്ത് കുന്നംകുളം സ്റ്റേഷനിൽ മർദ്ദനത്തിനിരയായി എന്നാരോപിച്ചുകൊണ്ട് തൃശൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവിക്ക് 2023 ഏപ്രിൽ 12 പരാതി നൽകിയിരുന്നു. പരാതിയിൽ അടിയന്തര അന്വേഷണം നടത്തിയ തൃശൂർ സിറ്റി DCRB അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സബ് ഇൻസ്പെക്ടർക്ക് പുറമെ 4 സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരെ 2023 ഏപ്രിൽ 22 സ്ഥലം മാറ്റുകയുണ്ടായി. തുടർന്നാണ് ആരോപണ വിധേയർക്കെതിരെ വകുപ്പ് തല അന്വേഷണം നടത്തിയത്. പോലീസ് സബ് ഇൻസ്പെക്ടർ അടക്കം 3 പേരുടെ വാർഷിക വേതന വർധനവ് 2 വർഷത്തേക്ക് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവും പുറപ്പെടുവിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് സുജിത്ത് ഫയൽ ചെയ്ത സ്വകാര്യ അന്യായം ബഹുമാനപ്പെട്ട കോടതി ഫയലിൽ സ്വീകരിച്ച് അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ചിരുന്നു. അതിനെ തുടർന്ന് ഉത്തരമേഖല IG-യുടെ സെപ്റ്റംബർ 6 ഉത്തരവ് പ്രകാരം ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം വകുപ്പ് തല അച്ചടക്ക നടപടിയുടെ പുനഃപരിശോധനാ നടപടികളും നടന്നു വരികയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് മറ്റു തീരുമാനങ്ങൾ വരേണ്ടത്. പീച്ചിയിലെ ഒരു ഹോട്ടലിൽ നടന്ന വാക്തർക്കവുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതിയിൽ ഹോട്ടലിന്റെ ഉടമയായ ഔസേഫ് എന്നയാളുടെ മകനെയും ജീവനക്കാരനെയും പീച്ചി പോലീസ് സ്റ്റേഷനിൽ വെച്ച് SHO ആയിരുന്ന രതീഷ് മർദ്ദിച്ചുവെന്നും ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരം കേസെടുത്ത് ജയിലിലടക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ആരോപിക്കപ്പെട്ട് പരാതി ലഭിച്ചിരുന്നു. സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത 2 കേസുകളുടെ അന്വേഷണം നടത്തുന്നതിനായി മണ്ണൂത്തി പോലീസ് സ്റ്റേഷൻ ISHOയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പരാതിയെ തുടർന്ന് രതീഷിനെ തൃശൂർ സിറ്റി ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൊല്ലം കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതിക്കാരിയോടൊപ്പം സ്റ്റേഷനിലെത്തിയ സജീവ് എന്നയാൾ പോലീസ് ഉദ്യോഗസ്ഥനോട് കയർത്ത് സംസാരിക്കുകയും പിന്നീട് വീണ്ടും സ്റ്റേഷനിലെത്തി ബഹളം ഉണ്ടാക്കുകയും ചെയ്ത സംഭവത്തിൽ ക്രൈം നമ്പർ 1338/2025 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മൂവാറ്റുപുഴയിൽ സ്വകാര്യ സ്ഥാപനത്തിലെ ഇൻവെർട്ടറിന്റെ ബാറ്ററി കാണാതായ സംഭവവുമായി ബന്ധപ്പെട്ട് ലഭിച്ച CCTV ദൃശ്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിന് അമൽ ആന്റണി എന്നയാളുടെ വീട്ടിലെത്തിയ പോലീസിനോട് നിസ്സഹരിച്ചതിനെ തുടർന്ന് സംശയം ബലപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അമലിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയുണ്ടായി. തുടർന്ന് പരാതിക്കാരനായ കടയുടമ ബാറ്ററി പരിശോധിക്കുകയും ബാറ്ററി തന്റേതല്ലെന്ന് വ്യക്തമാക്കിയതിനെ തുടർന്ന് അമലിനെ വിട്ടയക്കുകയും ചെയ്തിരുന്നു. തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ സ്വർണമാല മോഷണം പോയതുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതിയിൽ പരാതിക്കാരിയുടെ വീട്ടിൽ ജോലി സഹായത്തിനായി നിന്ന യുവതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുകയുണ്ടായി. അന്വേഷണത്തിനിടെ പരാതിക്കാരി സ്വർണമാല തിരികെ കിട്ടിയതായും തുടരന്വേഷണം ആവശ്യമില്ലെന്നും അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ FID റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. പ്രതിയേർക്കപ്പെട്ട യുവതി പിന്നീട് പോലീസിനെതിരെ നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സബ് ഇൻസ്പെക്ടർ പ്രസാദിനെയും
ഗ്രേഡ് ASI പ്രസന്നകുമാറിനെയും സസ്പെൻഡ് ചെയ്തിരുന്നു. ഇക്കാര്യത്തിൽ ക്രൈം നമ്പർ 850/2025 പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. 1/1/2020 അടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുണ്ടായ വാഹനാപകട കേസിൽ വാഹനം ഓടിച്ചിരുന്നയാൾക്കെതിരെ മദ്യപിച്ചതിനും പോലീസിന്റെ കൃത്യനിർവഹണത്തിന് തടസ്സം വരുത്തിയതിനും ക്രൈം 7/2020 കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. 5 മാസത്തിന് ശേഷം ആ വ്യക്തി വീട്ടിൽ കുഴഞ്ഞു വീഴുകയും ആശുപത്രിയിലെത്തിക്കവേ മരണപ്പെടുകയും ചെയ്തിരുന്നു. ഇക്കാര്യത്തിൽ 1798/2020 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മരണകാരണം ഹൃദയ സംബന്ധമായ അസുഖമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ചിറയൻകീഴ് പോലീസ് സ്റ്റേഷനിൽ പരാതിക്കാരെ വിളിച്ചു വരുത്തിയ സന്ദർഭത്തിൽ പരാതിക്കാരന്റെ കണ്ണിൽ കുരുമുളക് സ്പ്രേ ചെയ്തു എന്ന സബ് ഇൻസ്പെക്ടർക്കെതിരായ പരാതിയിന്മേൽ ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP അന്വേഷണം നടത്തി വരികയാണ്. കുണ്ടറയിലെ 2024 ഒക്ടോബർ 10 തോംസൺ തങ്കച്ചൻ ഭാര്യയെയും കുടുംബങ്ങളെയും ദേഹോപദ്രവം ഏൽപ്പിച്ച സംഭവത്തിൽ കുണ്ടറ പോലീസ് സ്റ്റേഷനിൽ ക്രൈം 1553/24 കേസന്വേഷണം പൂർത്തിയാക്കി ബഹുമാനപ്പെട്ട കോടതിയുടെ പരിഗണനയിലാണ്. 2 മാസത്തിന് ശേഷം തോംസൺ തങ്കച്ചനെ താമസസ്ഥലത്ത് മരണപ്പെട്ട നിലയിൽ കാണപ്പെടുകയുണ്ടായി. അമിത മദ്യപാനവും പാൻക്രിയാസിലും പിത്താശയത്തിലുമുള്ള രോഗത്തിന്റെ കാഠിന്യത്തിലുമാണ് മരണപ്പെട്ടതെന്ന് അന്വേഷണത്തിന്റെ ഭാഗമായി വെളിപ്പെട്ടിട്ടുണ്ട്. കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി 28/5/2025 ഫൈനൽ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളതാണ്. പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിലെ പരാതികളെ പറ്റി പറഞ്ഞല്ലോ. 2017 808 പരാതികൾ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിലുണ്ടായിരുന്നു. 2021 272 പരാതികൾ രജിസ്റ്റർ ചെയ്തിരുന്നു. അതിൽ 270 അതോറിറ്റി തീർപ്പാക്കി. 2022 2023 146 വീതം പരാതികളാണ് ഉണ്ടായത്. 2024 94, 2025 45 പരാതികളാണ് കംപ്ലൈന്റ് അതോറിറ്റിക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ പരാതികളുടെ എണ്ണത്തിൽ സ്വാഭാവികമായ കുറവുകൾ സംഭവിക്കുന്നത് പരാതികൾക്കിടയാകുന്ന സാഹചര്യം സംസ്ഥാനത്തിനകത്ത് നിലനിൽക്കുന്നില്ല എന്നതാണ് കാണിക്കുന്നത്. സർ, ഇവിടെ ഈ സമീപനത്തിന്റെ പ്രശ്നമാണ് ഏറ്റവും പ്രധാനം. പോലീസിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ സംഭവിച്ചാൽ ആ തെറ്റായ കാര്യങ്ങൾക്കെതിരെ കർക്കശമായ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് സമീപനം. അതിൽ പിരിച്ചുവിടലടക്കമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് കുറ്റത്തിന്റെ കാഠിന്യമനുസരിച്ച് ഇനിയും അതേ സമീപനം തന്നെ തുറന്നു പോവുകയാണ് ചെയ്യുക. പൊതുവെ അതിന് സ്വീകാര്യതയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതാണ് ഈ കാര്യത്തിൽ പൊതുവെ പറയാനുള്ളത്.